അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ അൽ ജവാബിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് മനോഹരമായ അൽ ജവാബിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ് ആണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ആ സംരംഭത്തിന്, ആ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇനി അള്ളാഹു സൂറത്തുൽ മുസമ്മിലിൽ പറയുന്നത്. ഇത്രയും നേരം മുത്തുനബിയോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കണം, പ്രബോധനം നടത്തണം, ഇബാദത്ത് ചെയ്യണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം. ജനങ്ങളതൊക്കെ പറയും, നിങ്ങൾ പരിഗണിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഈ പറയുന്ന ജനങ്ങളോട് അള്ളാഹു പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വത്വാമൻ ദാ ഉസ്സത്തിൻ വഅദാബൻ അലീമാ. കാൽ ചങ്ങലകൾ അള്ളാഹു പറയാണ്, എൻ്റെ അടുത്തുണ്ട്. കാലിൽ ചങ്ങലക്കിട്ട് ജ്വലിക്കുന്ന, തീ കത്തുന്ന, അഗ്നിയിൽ നിറഞ്ഞിരിക്കുന്ന ചങ്ങലക്കണ്ണികൾ എൻ്റെ അടുത്തുണ്ട്. കൈകാലുകളെ ചങ്ങലക്കിട്ടിരിക്കും തെമ്മാടികൾക്ക് പരലോകത്ത്. അത് തന്നെ തീ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിങ്ങനെ കത്തി ശരീരത്തെ നുരുമ്പിപ്പോവും, വീണ്ടും ശരീരം വരും, വീണ്ടും കരിയും, വീണ്ടും വരും. അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് റസൂലേ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ പോകണ്ട, അവരെ ഞാൻ ഏറ്റെടുത്തോളാം. തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ഭക്ഷണമുണ്ട്, അവർക്ക് കഴിച്ചിറക്കാൻ പറ്റൂല. വിശക്കുമ്പോ നരകത്തിന്റെ തീക്കട്ടയാ കഴിക്കുന്നത്, തൊണ്ടയിൽ കുടുങ്ങും. എല്ലാ ധിക്കാരികൾക്കും, തെമ്മാടികൾക്കും, നരകാവകാശികൾക്കും അള്ളാഹു കൊടുക്കുന്ന അദാബിന്റെ പരമ്പരയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദനയുടെ ശിക്ഷ അവർക്കുണ്ട് റസൂലേ എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കരയുന്ന കണ്ടു എന്ന്. ഈസാ നബി അത്ഭുത പ്രവാചകരാണല്ലോ. കല്ലിനോട് ചോദിച്ചെന്തേ കരയുന്നത്? കല്ല് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ കത്തിക്കുന്നത് വിറകിന് പകരം മനുഷ്യരെയും കല്ലുകളെയുമാണ്. എനിക്ക് പേടിയാണ്. കല്ലുകളെ നരകത്തിൽ കത്തിക്കാൻ വേണ്ടി എടുക്കുമ്പോ എന്നെ നരകത്തിന്റെ കല്ലാക്കുമോ എന്ന ഒരു പേടി എനിക്കുണ്ട് എന്ന് ഈസാ നബിയോട് ആ കല്ല് പറഞ്ഞു എന്നാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് ആ കല്ലിനോട് പറഞ്ഞു, നിന്നെ ഞാൻ സ്വർഗത്തിന്റെ കൊട്ടാരത്തിന്റെ കല്ലാക്കുമെന്നാണ്. ചരിത്രം ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ കാണാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിൽ പരം ഒരു മാസം നമുക്കിനി വരാനില്ല. ഖബറിന്റെ അദാബിൽ രക്ഷപ്പെടാനും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും വലിയ ഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കണം. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ. തഴവ ഉസ്താദ് മനോഹരമായി എഴുതിപ്പാടിയതാണ് നരകത്തിന്റെ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ. ഇവിടെ അള്ള പറയുന്നു, അങ്കാലം വജഹീമ, ചങ്ങലക്കിട്ടുകൊണ്ട് വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന അഗ്നിഗോളങ്ങളുണ്ട്.
ഭക്ഷണം തൊണ്ടയിൽ വെച്ച് കത്തിപ്പോകുന്നവരുണ്ട്, വേദനയുടെ ശിക്ഷയുണ്ട് നബിയെ. അതുകൊണ്ട് ധിക്കാരികളുടെ വിഷയത്തിൽ അങ്ങടപെടണ്ട, അവരെ ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു ധിക്കാരികളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പരലോക വിജയത്തിനുള്ള പ്രാർത്ഥനയാണെന്ന് പഠിക്കുന്നത്. ചോദ്യോത്തരത്തിന് ശേഷം നമുക്കത് പഠിക്കാം. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ, ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹിയുടെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഉമ്മ മരണപ്പെടുമ്പോൾ ഉമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല എനിക്കാണ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഉമ്മയുടെ മൂത്ത മകളായിരുന്നു. പക്ഷേ ഉമ്മയുടെ മരണശേഷം ഞാൻ അത് പറഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ആകെ പ്രതിസന്ധിയിലാണ്. ഞാൻ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത്? ചോദിച്ചിരിക്കുന്നത് ജമീല ഹസനാണ്, കൊല്ലത്തുനിന്ന്. സത്യത്തിൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഉമ്മ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു. അത് ഉമ്മാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള മാർഗം വളരെ സംയമനത്തിൽ കുടുംബകലഹങ്ങളും സഹോദര ബന്ധങ്ങൾക്കൊന്നും വീഴ്ച വരുത്താത്ത രീതിയിലും അതിനെ നിങ്ങൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾക്കും ഉമ്മാക്കും അള്ളാഹുവിനും അറിയാം. അപ്പൊ നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുമ്പോൾ അത്രയും വലിയ ഒരു സ്വതക്ക ചെയ്ത കൂലി, കുടുംബ ബന്ധം ചേർത്ത കൂലി, ഒരു പ്രശ്നം പരിഹരിച്ച കൂലിയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. വസിയത്ത് ചെയ്യുന്ന ഉമ്മമാർ എന്ത് ചെയ്യണം? ആ വസിയത്ത് ഒന്നെങ്കിൽ രേഖാമൂലം എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മറ്റ് മക്കൾക്കിടയിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ അവരെ കൂടി ബോധ്യപ്പെടുത്തി വസിയത്ത് അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയതിൻ്റെ ആണ്ട് എനിക്ക് ഉസ്താദിൻ്റെ സ്നേഹസാഗരത്തിൽ വെച്ച് നടത്തണമെന്ന ആഗ്രഹമുണ്ട്. എന്താണ് ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് നടത്തേണ്ടത്?
ഇത് എഴുതിയയച്ച് ചോദിച്ചിരിക്കുന്നത് മുബഷിറയാണ്, തിരുവനന്തപുരത്ത് നിന്ന്. സ്നേഹസാഗരത്തിൽ ഒത്തിരി ആളുകൾ അവരുടെ ഉമ്മ മരണപ്പെട്ടതിന്റെ 40, 3 ആണ്ടൊക്കെ നടത്തലുണ്ട്. അത് സ്നേഹസാഗരത്തിൽ ഒന്നെങ്കിൽ ഭക്ഷണം വീട്ടിൽ നിന്ന് തയ്യാറാക്കി വാഹനത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുക. അവിടെ ദുആ ചെയ്യാൻ ആളുണ്ടാവും. രോഗികളൊക്കെ താഴേക്ക് ഇറങ്ങി വന്ന് ദുആഇന് ആമീൻ പറഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിയുന്ന മനോഹരമായ രീതിയുണ്ട്. അതല്ലെങ്കിൽ സ്നേഹസാഗരത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ഇപ്പോൾ നടക്കുന്നത് കടയ്ക്കൽ വളവുവെച്ച പള്ളിയോട് ചേർന്നുള്ള ബിൽഡിങ്ങിലാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഉപ്പാടാണ്ടാണ് ഇന്ന ദിവസത്തെ ഫുഡ് ഞങ്ങളാണെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുക. അവർ തന്നെ ഭക്ഷണം അവിടെ തയ്യാറാക്കും. അന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആ ഭക്ഷണമൊക്കെ കാണാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും ആ പ്രാർത്ഥനയിൽ കൂടാനും വേണ്ടി പോവുക. അങ്ങനെയാണ് നടക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് ദൂരത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ നേരത്തെ സ്നേഹസാഗരത്തെക്കുറിച്ച് പറയുന്ന വീഡിയോസുകളും വോയിസും ഒക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ പ്രോഗ്രാമിലൂടെ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചിട്ട് പിന്നെ അറിയിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവരവിടെ ആ ദിവസം പ്രാർത്ഥന നടത്തുകയും അവിടെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കും. ഇന്ന് പല സ്ഥലങ്ങളിലും വിവാഹം ഉറപ്പിക്കുമ്പോൾ പെൺകുട്ടിയുടെ ആളുകൾ ഭർത്താവാകാൻ പോകുന്ന, പുതുമണവാളനാകാൻ പോകുന്ന യുവാവിന് സ്വർണമോതിരവും മാലയുമൊക്കെ കൊടുക്കാറുണ്ട്. തലയിൽ കെട്ടുകെട്ടിയവരും ചില പള്ളികളിലെ ഇമാമിങ്ങളും ഒക്കെ ഇതിന് സാക്ഷിയായി ഫാത്തിഹ ഓതി ദുആ ചെയ്യലും ഒക്കെ ഉണ്ട്. ഈ ഹറാമായ കാര്യത്തിന് എങ്ങനെയാണ് ഉസ്താദെ കൂട്ടുനിൽക്കാനാവുക? അൽ ജവാബിൽ നിന്നും ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് റസിയാബീകമാണ്, നേമത്ത് നിന്ന്. വളരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇതിന് മറുപടി പറയാൻ ഒരു സംയമനത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ ഭാഷ സത്യത്തിലില്ല. കാരണം നമ്മൾ മുസ്ലിങ്ങളൊക്കെ ആ രീതിയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹറാമിനെ എങ്ങനെയെങ്കിലും ഹലാലാക്കി കിട്ടാൻ ഒരു പഴുതുണ്ടെങ്കിൽ അതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ചിന്തിക്കുന്നത്. പിന്നെ കമ്മിറ്റിക്കാരുടെ ഒരു ആധിപത്യമുള്ളത് കൊണ്ട് ചില ഉസ്താദുമാർക്കൊന്നും മിണ്ടാനും കഴിയുന്നില്ല. ഇവിടെയൊക്കെ ശക്തമായി നമ്മുടെ ഇസ്സത്തും നമ്മുടെ ഈമാനും നമ്മൾ തുറന്നു പറയണം. അല്ലാതെ നമ്മൾ ഇവിടെയൊക്കെ കുഴപ്പമില്ല, ആചാര മോനല്ലേ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മോനല്ലേ എന്ന് പറഞ്ഞ് തലകുനിച്ചാൽ അള്ളാഹുവിന്റെ ലോകത്ത് തീർച്ചയായിട്ടും ഏത് കെട്ടുകാരാണെങ്കിലും അവർ സമാധാനം പറയേണ്ടി വരും. ഹറാമ് തന്നെയാണ്. ഒരു മോതിരം ഇട്ട് കൊടുക്കുന്ന ചെറിയൊരു മോതിരല്ലേ ഉസ്താദെ, അരപ്പവനല്ലേ ഉള്ളൂ, അതിന് വിട്ട് ചെറിയൊരു കടമ ഇങ്ങനെയൊക്കെ പറയും ഉപ്പാപ്പമാര്. നമ്മളത് കേൾക്കുമ്പോൾ അന്ന കുഴപ്പമില്ല, അങ്ങനെ പറയാനേ പാടില്ല. ഹറാമാണ്. മോതിരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മോന്റെ കൈ കൊടുത്തേരെ, അവൻ അത് വീട്ടിൽ വിറ്റെന്തെങ്കിലും ആവശ്യത്തിന് എടുത്തോട്ടെ. അല്ലാതെ മോതിരം ഇട്ട് കൊടുത്ത് കൈയടിച്ച് പാസ്സാക്കി കല്യാണം ഉറപ്പിച്ച് അതിന് സാക്ഷിയാകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചെല്ലരുത്. മോതിരമാണ് കൊണ്ടുവന്നത്, അപ്പൊ ഉസ്താദ് പറയണം മോതിരമാണെങ്കിൽ അവനിടല് ഹറാമാണ്, അത് അവന്റെ കയ്യിലേക്ക് കൊടുത്തേക്കുക, അവനത് വിറ്റിട്ട് എന്തെങ്കിലും വീടിന്റെ ആവശ്യത്തിന് ചെലവഴിച്ചോട്ടെ എന്ന് പറയുന്നതോടുകൂടി അവിടെ മാഷാ അല്ലാഹ് റാഹത്തായി ഇസ്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കും, ഉസ്താദിന്റെ ഇസ്സത്ത് നിൽക്കും, മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സ് കാക്കാൻ പറ്റും. അല്ലാതെ കൂട്ടുനിന്ന് അവനങ്ങോട്ട് തിരിച്ചിരുത്തി അവന് മാലയിട്ട് മോതിരമിട്ട് അവനെ കൈകൂട്ടി സ്വീകരിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ ഈമാനും ഇസ്സത്തും പ്രകടിപ്പിക്കേണ്ടത്. അള്ളാഹു കാത്തിരിക്കട്ടെ. അൽഹംദുലില്ലാ. ചോദിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനാണ്, ഏറ്റുമാനൂരിൽ നിന്ന്. യാസീൻ ഓതിയതിനു ശേഷം ചില ആളുകൾ സദഖല്ലാഹുൽ അലീം എന്ന് പറയും. മറ്റു ചില ആളുകൾ സുബ്ഹാന റബ്ബിക്കൽ അലീം എന്നും തുടങ്ങുന്ന പ്രാർത്ഥനയും പറയും. ഏത് പ്രാർത്ഥനയാണ് യാസീൻ ഓതിയതിനു ശേഷം പറയുവാനുള്ളത്? പരിശുദ്ധ ഖുർആൻ ഓതിയതിനു ശേഷം, യാസീൻ മാത്രമല്ല ഖുർആനിലെ ഒരു ആയത്താണെങ്കിൽ പോലും ഓതിയതിനു ശേഷം നാം പറയുന്നത് സദഖല്ലാഹുൽ അലിയ്യുൽ അദീം വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രാർത്ഥനയാണ്. അത് ഈ ഖുർആനിനോടുള്ള ബഹുമാന സൂചകമായി പറയുന്നതാണ്. ഇത് അള്ളാഹു നമുക്ക് തന്നതാണല്ലോ. അപ്പൊ ഇത് വെറുതെ അങ്ങ് പാരായണം ചെയ്യുക, വെറുതെ തുടങ്ങുക, വെറുതെ അവസാനിക്കുക എന്നതല്ല. അതിനൊരു പരിപൂർണതയും ഒരു ഭംഗിയും ഒക്കെ വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ദിക്റാണ്. പിന്നെ യാസീൻ ഓതിയതിനു ശേഷം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നല്ല പുണ്യകരമായ ഏത് കാര്യം പാരായണം ചെയ്തതിന് ശേഷവും, ഖുർആൻ മാത്രമല്ല, നമ്മളിപ്പോൾ മൗലിദ് ഓതും, സ്വലാത്ത് ചൊല്ലും, ദുആ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഖുർആൻ ഓതിയതിന് ശേഷം നമ്മൾ സാധാരണ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന.
യാസീൻ ഓതുക നിത്യമാക്കണം. നമ്മുടെ മക്കളെ അത് ശീലിപ്പിക്കണം. ഒരു റമദാനിൽ നമ്മൾ അൽബയാനിലൂടെ യാസീനാണ് പഠിച്ചതെന്ന് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും യാസീനെ നിത്യജീവിതത്തിൽ കൊണ്ടുവരാനും ഇനിയും യാസീനുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വുളു ആരംഭിക്കുന്ന സമയത്ത് ബിസ്മി പറയൽ നിർബന്ധമാണോ? വുളു ചെയ്യുമ്പോൾ അവയവങ്ങൾ കഴുകുന്ന സമയം അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറഞ്ഞില്ല എങ്കിൽ വുളു പൂർണ്ണമാവുകയില്ല. ഇത് എഴുതി വെച്ച് ചോദിച്ചിരിക്കുന്നത് ഹാജയാണ്, കരുവാറ്റമുണ്ട്. ഒരു കാര്യത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് അതിന്റെ എ ടു ഇസഡ് നന്നാവുക എന്നതാണ്. ബിസ്മിയോടുകൂടി തുടങ്ങിയില്ലെങ്കിൽ ഉളൂവിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ധാരാളം സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വ്യക്തമായി പറയുന്നുണ്ട്. ബിസ്മിയോടുകൂടി തുടങ്ങിയില്ല എങ്കിൽ ഉണ്ടാകുന്ന ഉളൂവിന്റെ കുറവുകൾ. ഇപ്പൊ ഒരാളുടെ ഉളൂ കണ്ടാൽ അറിയാം അയാളുടെ നമസ്കാരം എന്താകുമെന്ന്. അങ്ങനെയാണ്. ഒരാളുടെ ഉളൂ കണ്ടാൽ അറിയാം അയാളുടെ നിസ്കാരം എങ്ങനെയായിരിക്കുന്നു. ഉളൂ ഇങ്ങനെ കാലാകോലയാണെങ്കിൽ നിസ്കാരവും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിന്റെ പരിപൂർണത വരുത്തുക എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമാണ്. ഇപ്പൊ ബിസ്മി പറഞ്ഞില്ലെങ്കിലും ഉളൂവിനിടയ്ക്ക് അവയവങ്ങൾ കഴുകുമ്പോൾ ഷഹാദത്ത് പറഞ്ഞില്ലെങ്കിലും ഉളൂ ശരിയാകും. അങ്ങനെ ശരിയായ മതിയെങ്കിൽ അങ്ങനെ മതി. പക്ഷെ അതിന്റെ പരിപൂർണമായ പ്രതിഫലത്തോടു കൂടി ശരിയാകണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തുടങ്ങി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തുടങ്ങി ഷഹാദത്തൊക്കെ പറഞ്ഞ് എല്ലാ അദ്കാറുകളും പറഞ്ഞ് പൂർത്തിയാക്കുന്ന ഒരു പരിപൂർണ വിശ്വാസിയുടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവന്റെ നമസ്കാരത്തിലും ആ പരിപൂർണതയുണ്ടാവും. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നാം ഉഴപ്പ് വരുത്തിയാൽ, നാം ഒരു ഇഴച്ചിൽ വരുത്തിയാൽ നമ്മുടെ ഇബാദത്തും അങ്ങനെ തന്നെയായിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മൗലൂദ് നോക്കി ഓതാൻ അറിയാത്ത ഒരാൾ മൊബൈലിലൂടെ മറ്റൊരാൾ ഓതുന്ന വരികൾ കേട്ട് അതുപോലെ ചൊല്ലിയാൽ യഥാർത്ഥ മൗലൂദിന്റെ മജ്ലിസിന്റെ കൂലി അയാൾക്കും കിട്ടുമോ? ചോദിച്ചിരിക്കുന്നത് റഹ്മത്താണ്, പെരുമ്പാവൂരിൽ നിന്ന്. യഥാർത്ഥ മൗലിദിന്റെയും മൗലിദ് സദസ്സിന്റെയും മജ്ലിസിന്റെയും കൂലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കൂലി തരുന്നത് അള്ളാഹുവാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്തുകൾ പരിഗണിക്കുന്നത്, അമലുകൾ സ്വീകരിക്കുന്നത് നിയ്യത്തുകളെ പരിഗണിച്ചിട്ടാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിയ്യത്ത് വെച്ചിരിക്കുന്നത് എന്താണോ, എനിക്കൊരു വലിയ മൗലൂദൊക്കെ ഉണ്ടാക്കി കൂടെ ഇരുന്ന് ഓതി, അത്ര റാഹത്തായ നിയ്യത്തിന്റെ അളവ് കോലനുസരിച്ച് അള്ളാഹു കൂലി തരും. നിങ്ങൾ കുഴപ്പം പറ്റില്ല, ഞാനിങ്ങനെ ഇരുന്നാൽ മതി, എനിക്ക് ഓതാനൊന്നും അറിയില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ആ മജ്ലിസിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരുന്നത് അതിന്റെ കൂലിയെ കിട്ടുള്ളൂ. അള്ളാഹെ പറ്റിക്കാൻ കഴിയില്ല. അള്ളാഹു ഹൃദയം അറിയുന്നവനാണ്. നമ്മുടെ രൂപഭാവങ്ങളെക്കാൾ അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ നമ്മുടെ നിയ്യത്ത്, ഇനി ഓതാൻ അറിയുന്നവൻ പോലും, നിങ്ങൾക്ക് ഓതാൻ അറിയില്ല, പക്ഷെ ഓതാൻ അറിയുന്നവൻ പോലും ഒരു മജ്ലിസ് ഉണ്ടാക്കി അതിലിരുന്ന് ഓതിയാലും കൂലി കൊടുക്കണമെങ്കിൽ അവന്റെ മനസ്സിനെ അള്ളാഹു അളന്നു നോക്കും. അപ്പൊ കൂലി കൊടുക്കുന്നതിന് അറിയാം എന്നതല്ല നിബന്ധന, മനസ്സിന്റെ നിയ്യത്താണ് നിബന്ധന. അവിടെ നിങ്ങൾ ഇൻഷാ അള്ളാഹ് ഇത് മനഃപൂർവ്വം പഠിക്കാത്തതാണ്, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാൾക്ക് മജ്ലിസിന്റെ കൂലി എങ്ങനെ കിട്ടാനാണ്? അതല്ല, നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ ഓതുന്നു, വലിയ റാഹത്തിലും ആനന്ദത്തിലും ബൈത്തും സ്വലാത്തും ഒക്കെ അത്ര ആവേശത്തിലാണ് കേൾക്കുന്നതെങ്കിൽ ആ മജ്ലിസിന്റെ കൂലി നിങ്ങൾക്ക് തരാതിരിക്കാൻ അള്ളാഹ് എന്ത് മാർഗമാണുള്ളത്? തീർച്ചയായിട്ടും അള്ളാഹു കാരുണ്യവാനാണ്. നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യത്തെ അള്ളാഹു അറിയും. അതനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ നിയ്യത്തിന്റെ ബലം പോലെ അള്ളാഹു കൂലി തരുകയും ചെയ്യും. നിത്യമായി ചൊല്ലുന്നതിനാണല്ലോ ഔറാദുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായി ചൊല്ലുന്നവയിൽ ഇടയ്ക്ക് 2-3 ദിവസം നഷ്ടമായാൽ അതിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കുമോ? ഇത് ചോദിച്ചിരിക്കുന്നത് ഹാജിം ഷാ മലപ്പുറത്തു നിന്നുമാണ്. മാഷാ അള്ളാഹ്, സാന്ദർഭികമായും ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഈ ചോദ്യം ഉപകരിച്ചു. ഔറാദുകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. ഔറാദുകൾ എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ ചൊല്ലുന്നത്. ഇപ്പൊ സുബഹി നിസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് സുബഹിയുടെ സുന്നത്തിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും ഒരു 100 സലാത്ത് ചൊല്ലും, കൃത്യമായിട്ട് ചൊല്ലും. അതിന് വലിയ കൂലിയാണ്. എല്ലാ ദിവസവും അതിനാണ് ഔറാദ് എന്ന് പറയാം. സുബഹി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഞാനത് 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലും ഉസ്താദേ, ഞാൻ മരിക്കണത് വരെ ഒഴിവാക്കില്ല. അതിനാണ് ഔറാദ് എന്ന് പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് വലിയ പ്രതിഫലമാണ്. വല്ലപ്പോഴും ചൊല്ലുന്നതിനല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ശൈഖുന ചേലക്കുളം ഉസ്താദ് ദക്ഷിണ കേരളത്തിലെ വലിയ സമുന്നതനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. അദ്ദേഹം അതിനുവേണ്ടി കുറേ ചൊല്ലുന്നുണ്ട്. ആരോ എന്തൊക്കെ വിഷയമായിട്ട് വന്നാലും ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന് ഉറച്ചു പറഞ്ഞു. പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹും പറഞ്ഞിട്ടാണ് മരണപ്പെട്ടത്.
അപ്പൊ ലാഹുല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ർ. ഇതുപോലെ ഓരോരുത്തർക്കും വിറുതുകളുണ്ട്, ഔറാദുകൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം നിരന്തരം ചൊല്ലുന്ന കുറെ പ്രാർത്ഥനകൾ ഉണ്ടാവും. അത് മുടക്കാൻ പാടില്ല. അതിനാണ് ഔറാദ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇടയ്ക്ക് ചിലപ്പോ എന്തെങ്കിലും നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സാഹചര്യം, നമ്മുടെ അന്തരീക്ഷം നിരന്തരമല്ല, വല്ലപ്പോഴും മുടങ്ങിപ്പോയാൽ അത് ചൊല്ലിയ കൂലി തന്നെ, വലിയ കാരണമൊന്നും അല്ല എങ്കിൽ മാത്രമേ പ്രതിഫലം കിട്ടാതിരിക്കുള്ളൂ. യഥാർത്ഥ അർഹതപ്പെട്ട കാരണത്തോടുകൂടി 2-3 ദിവസം നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നത് മുടങ്ങിപ്പോയാൽ അതിന്റെ കൂലി തീർച്ചയായിട്ടും അള്ളാഹു തരുന്നതാണ്, വിഷമിക്കണ്ട. റജബ് മാസം മുഴുവനും നോമ്പ് നോക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞിരുന്നതായി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ റജബും റമളാനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഇത് എഴുതി അയച്ച് ചോദിച്ചത് നവീനാണ്, പെരുമ്പാവൂരിൽ നിന്ന്. റജബും റമളാനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ റജബിന്റെ 30 ദിവസത്തെ നോമ്പ് പിടിക്കാൻ വിധങ്ങൾ പറഞ്ഞതിന് വിധങ്ങൾ അങ്ങനെ പല മാസത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? സ്വഹാബത്തിന്റെ ഈമാൻ, സ്വഹാബത്തിന്റെ ആത്മീയ വിശുദ്ധി, അതാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷ്യമിടുന്നത്. നിങ്ങൾ റജബിൽ 30 ദിവസം നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ട്, ശഅബാനിൽ 30 ദിവസം നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ലോകത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതിന്റെ കൂലി നിങ്ങൾക്കുള്ളതാണ്. അതിന് അത്രത്തോളം പുണ്യമുള്ളത് കൊണ്ട്, അത്രത്തോളം ശ്രേഷ്ഠതയുള്ളത് കൊണ്ട് റജബ് 30 നിങ്ങൾ നോമ്പ് പിടിച്ചോ എന്ന് പുണ്യ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു. അപ്പൊ സഹാബികളിൽ ഒരാൾ പറഞ്ഞു, നബിയെ ഞങ്ങളൊക്കെ വലിയ ക്ഷീണിതരാണ്, റമദാനൊക്കെ വരികയല്ലേ, അപ്പൊ ഈ 30 പിടിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞു, റജബ് മാസം 30 ദിവസവും നോമ്പ് പിടിച്ച കൂലി നിങ്ങൾക്ക് കിട്ടാൻ ഞാനൊരു ഹിക്മത്ത് പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് സമ്മതിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? റജബ് 1 നോമ്പ് പിടിക്കുക, റജബ് 15 നോമ്പ് പിടിക്കുക, റജബ് അവസാനം 29 നോമ്പ് പിടിക്കും. അങ്ങനെ വരുമ്പോൾ 30 ദിവസവും നോമ്പ് പിടിച്ച കൂലി അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. റജബിലാണ്, അല്ല റമളാനിലല്ല. അപ്പൊ റജബിൽ അങ്ങനെ ആ സുന്നത്ത് നോമ്പ് നിങ്ങൾ സുന്നത്തായ റജബിനോടുള്ള ആദരവ് കൊണ്ട് പിടിച്ചാൽ കൂലി കിട്ടുമെന്നാണ്. അപ്പൊ വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. അല്ലാതെ റജബ് 30 നോമ്പ് പിടിക്കുന്നത് കൊണ്ട് റമളാൻ 30 കുറഞ്ഞു പോയി എന്നതല്ല. അള്ളാഹു അത് മനസ്സിലാക്കാൻ നോക്കിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കട്ടെ. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ
ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽഹംദുലില്ലാ വലിയ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ് ആളുകൾ ചോദ്യങ്ങളൊക്കെ അയക്കുന്നത്. കാരണം കുറച്ച് ഇബാദത്തിനോട് താല്പര്യം കൂടുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണല്ലോ. അള്ളാഹു എല്ലാവർക്കും എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം, പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബും കുടുംബവും. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ, ബിസിനസ്സിലൊക്കെ പുരോഗതി കൊടുക്കട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലമാണ്. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട നസീറുദ്ദീൻ സാഹിബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈർ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമുമായി സഹകരിക്കുന്നതിന്റെ എല്ലാ ഇസ്സത്തും അദ്ദേഹത്തിന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് അള്ളാഹു നസീബാക്കി കൊടുക്കട്ടെ. ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് അവർക്കും കുടുംബത്തിനും മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. 3ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ്, അൽഹംദുലില്ലാ, അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല അവിടെ ചെല്ലുന്നവർക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്ന പ്രാർത്ഥന പരലോക വിജയത്തിന്റെ പ്രാർത്ഥനയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അംന വസ്സലാമത വറാഹത ഫിൽ മഹ്ശരി വർസുഖ്നാ ലില്ല അർശിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അംന വസ്സലാമത വറാഹത ഫിൽ മഹ്ശരി വർസുഖ്നാ ലില്ല അർശിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അംന, പടച്ചവനെ ഞങ്ങൾ നിന്നോട് സുരക്ഷിതത്വം ചോദിക്കുന്നു. വസ്സലാമത്ത, സലാമത്ത് എന്ന് പറഞ്ഞാൽ രക്ഷയെ ചോദിക്കുന്നു. വറാഹത്ത, റാഹത്ത് എന്ന് പറഞ്ഞാൽ സുഖത്തെ ചോദിക്കുന്നു. ഫിൽ മഹ്ശരി, എവിടെ? മഹ്ശറയിൽ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അംന വസ്സലാമത്ത വറാഹത്ത ഫിൽ മഹ്ശരി വർസുഖ്നാ ളില്ല അർശിക യാ റബ്ബൽ ആലമീൻ. വർസുഖ്നാ ളില്ല അർശിക, പടച്ചവനെ അർശിന്റെ തണല് നീ ഞങ്ങൾക്ക് തരണം. പടച്ചവനെ അർശിന്റെ തണല് ഞങ്ങൾക്ക് തരണം. ഒരു വിശ്വാസിക്ക് പരലോകത്ത് കിട്ടേണ്ടുന്ന എല്ലാ നേട്ടങ്ങളും ഉൾപ്പെടുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പഠിച്ചു വെച്ചോ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അംന വസ്സലാമത വറാഹത ഫിൽ മഹ്ശരി വർസുഖ്നാ ളില്ല അർശിക യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുളം, മുടപുരമ്പിയോ, ചിറയങ്കി, തിരുവനന്തപുരം. ഈ വലിയ വിലപ്പെട്ട പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് MK ഫാബ്രിക്സ് കൊല്ലം, ബഹുമാനപ്പെട്ട നിസാർ സാഹിബ്, അതുപോലെ ഷറഫുദ്ദീൻ സാഹിബ്. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിന് എല്ലാവിധ വളർച്ചയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജനങ്ങൾക്ക് വലിയ ആകർഷണം ഈ സ്ഥാപനത്തിനോട് അല്ലാഹു കൊടുക്കട്ടെ. അവിടെ വരുന്നവർക്ക് വീണ്ടും വീണ്ടും അവിടെ വരാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ഭംഗിയും എല്ലാ കച്ചവടവും അല്ലാഹു അവർക്ക് നസീബാക്കി കൊടുക്കട്ടെ. ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ, ഈ പരസ്യത്തിലെ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ഞങ്ങൾ അൽജവാബ് കണ്ടിട്ട് വരികയാണ്, മോളെ നിക്കാഹാണ്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വീകാര്യത തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടപെടലിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വരുന്നവർക്ക് വീണ്ടും വീണ്ടും അവിടെ വരാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ഭംഗിയും എല്ലാ കച്ചവടവും അല്ലാഹു അവർക്ക് നസീബാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതുപോലെ ഇതേ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.